ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു പഴയകാല ഓർമ്മ പുതുക്കുന്ന നല്ല ഒരു അടിപൊളി കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകവും 2 ഏലക്കയും 2 ഗ്രാമ്പൂവും ചെറിയൊരു കഷ്ണം കറുകാപ്പട്ടയും ചേർത്ത് അതൊന്ന് മൂപ്പിച്ചതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ചതും 2 വറ്റൽമുളകും കുറേയേറെ കറിവേപ്പിലയും ഒന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നേ ചേർത്തിട്ടുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട്. ചെറിയ ഉള്ളി ആവശ്യാനുസരണം ചേർക്കാം. പിന്നെ ഒരു സവാളയും. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയം ഒരു പഴുത്ത തക്കാളി കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് ഒരു 3 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ തക്കാളിക്ക് ഒന്ന് വെന്ത് വരുന്നിടം വരെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഒരു കറി എൻ്റെ ചെറുപ്രായത്തിലൊക്കെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയാണ്. അതൊക്കെ നമുക്കിപ്പം മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അമ്മമാരിൽ നിന്നൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്ന ഒരു വളരെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എപ്പോഴും കിട്ടാത്ത ഒരു അനുഭവമാണല്ലോ അത്. അപ്പം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചതുര കഷ്ണങ്ങളായി അരിഞ്ഞ നമ്മുടെ ചക്കക്കുരുവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിലിട്ട് ഒരു 2 വിസിലടിച്ച് വേവിച്ചെടുത്തതാണ്. ആ വിസിലിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ ചക്കക്കുരുവിൻ്റെ വേവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പം ഞാൻ 2 വിസിലടിച്ചപ്പോഴത്തേന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ചൊരു 5-6 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നല്ല അടിപൊളി ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നല്ല ഒരു ചക്കക്കുരു കറി റെഡിയായി കഴിഞ്ഞു. അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഒന്ന് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് കൂടി വറുത്ത് ചേർക്കാവുന്നതാണ്. തേങ്ങ വറുത്തരച്ചും ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.